ഫ്രണ്ട്സ്, വെൽക്കം ടു ഈ നോട്ട്ബുക്ക്. ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ ദ സോളിഡ് സ്റ്റേറ്റിനെ കുറിച്ചിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആർ ഓഫ് 3 ടൈപ്സ്: സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. ഇതിൽ സോളിഡ് എന്ന് പറയുന്നത് ഗ്യാസിൽ നിന്നും ലിക്വിഡിൽ നിന്നും ഒട്ടേറെ വ്യത്യാസങ്ങളുള്ളൊരു സ്റ്റേറ്റാണ്. ഗ്യാസിനും ലിക്വിഡിനും ഏകദേശം ഒരുപാട് പ്രോപ്പർട്ടീസ് സെയിം ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അതിലെ പാർട്ടിക്കിൾസിന് ഫ്രീ ടു മൂവ് ആണ്. അതായത് അതിലെ പാർട്ടിക്കിൾസിന് മൂവ് ചെയ്യാനുള്ളൊരു ഫ്രീഡം ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ഫ്ലോ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. ആ ഒരു റീസൺ കൊണ്ടാണ് ഇതിന് രണ്ടിനെയും കൂടെ നമ്മൾ ഒരു പേര് വിളിക്കാറുണ്ട്, ഫ്ലൂയിഡ്സ്. പക്ഷെ നമ്മുടെ സോളിഡ് അങ്ങനെയല്ല. സോളിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് എന്താണ്? ഫിക്സഡ് ആണ്, അല്ലെങ്കിൽ അത് ക്ലോസ്ലി പാക്ഡ് ആണ്. ഈ ഒരു വ്യത്യാസം കൊണ്ട് തന്നെയാണ് സോളിഡ് സ്റ്റേറ്റിനെ കുറിച്ചുള്ള പഠനങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയതും അതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടന്നതും. അപ്പോൾ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് പോർഷനാണ്. അതായത് എന്താണ് സോളിഡ്, 2 ടൈപ്സ് ഓഫ് സോളിഡ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, ഇത്ര കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് സോളിഡ് സ്റ്റേറ്റിനെ കുറിച്ച് കൂടുതൽ നോക്കാം. ഫസ്റ്റ്, സോളിഡ് എന്താണ്? ഒരു റിജിഡ് ബോഡിയാണ്. ജനറലി നമ്മൾ പറയാറുണ്ട് ഒരു റിജിഡ് ആയിട്ടുള്ള വെയിറ്റ് ഉള്ള അല്ലെങ്കിൽ മാസ് ഉള്ള ഒരു ബോഡിയാണ് എന്ത്? സോളിഡ്. ഇനി ഇതിൻ്റെ കൂടുതൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ് സ്റ്റേറ്റ്: ദ ഹാവ് ഡെഫിനിറ്റ് മാസ്, വോളിയം ആൻഡ് ഷേപ്പ്. ഒരു ഡെഫിനിറ്റ് മാസ് ഉണ്ടായിരിക്കും, വോളിയം ഉണ്ടായിരിക്കും, ഷേപ്പ് ഉണ്ടായിരിക്കും. ഇന്റർ മോളിക്കുലാർ ഡിസ്റ്റൻസസ് ആർ ഷോർട്ട്. ഈ സോളിഡ് സ്റ്റേറ്റിൻ്റെ ഉള്ളിലുള്ള മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഷോർട്ട് ആയിരിക്കും. അതായത് അത് ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും. തേർഡ് പോയിന്റ്, ഇന്റർമോളിക്കുലർ ഫോഴ്സസ് ആർ സ്ട്രോങ്. ഇത് ക്ലോസ്ലി പാക്ഡ് ആയതുകൊണ്ട് തന്നെ അവ തമ്മിലുള്ള ഫോഴ്സസ് എന്തായിരിക്കും? സ്ട്രോങ് ആയിരിക്കും, സ്ട്രോങ്ലി ബൗണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ്, ദെയർ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ഹാവ് ഫിക്സഡ് പൊസിഷൻസ് ആൻഡ് ക്യാൻ ഓൺലി ഓസിലേറ്റ് അബൌട്ട് ദെയർ മീൻ പൊസിഷൻ. അതിലെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് എന്തായിരിക്കും? ഒരു ഫിക്സഡ് പൊസിഷനിൽ നിന്ന് മാത്രമേ അതിനെ ഓസിലേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ, മൂവ് ചെയ്യാൻ കഴിയില്ല. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഈസ് ദേ ആർ ഇൻകംപ്രസിബിൾ ആൻഡ് റിജിഡ്. അതെന്താണ്? കംപ്രസ് ചെയ്യാൻ കഴിയില്ല. ഗ്യാസിൻ്റെയും ലിക്വിഡിനെയും പോലെ സോളിഡിനെ നമുക്ക് കംപ്രസ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ റിജിഡ് ബോഡിയാണ്. ഇത്രയാണ് സോളിഡ് സ്റ്റേറ്റിൻ്റെ പ്രോപ്പർട്ടീസ്. ഇനി നെക്സ്റ്റ്, സോളിഡ് ആർ ഓഫ് 2 ടൈപ്സ്: ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ്. 2 ടൈപ്പ് സോളിഡ് ആണുള്ളത്, ഒന്ന് ക്രിസ്റ്റലൈനും ഒന്ന് അമോർഫസും. ഇനി നമുക്ക് എന്താ ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ന് നോക്കാം. Crystalline solid എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ consists of large number of small crystals, each of them having definite geometric shape. ഇതുണ്ടായിട്ടുള്ളത് ഒരുപാട് ചെറിയ ചെറിയ ക്രിസ്റ്റൽസ് വെച്ചിട്ടാണ്. ഓരോ ചെറിയ ക്രിസ്റ്റലിലും എന്തുണ്ടായിരിക്കും? ഒരു ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടായിരിക്കും. സെക്കൻഡ് പോയിന്റ്, ഇൻ എ ക്രിസ്റ്റൽ ദ അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ ഈസ് ഓർഡേർഡ്. ഓരോ ക്രിസ്റ്റലിലും അതിലുള്ള കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസിൻ്റെ അറേഞ്ച്മെന്റിന് കറക്റ്റ് ഓർഡർ അത് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. ഒരു കറക്റ്റ് ഓർഡറിലായിരിക്കും അതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. നമ്മൾ കുറേ നേരം കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ എന്ന് പറയുന്നു അല്ലേ? എന്താണ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾ? ഒരു ഒബ്ജക്റ്റിലുള്ള ആറ്റംസ്, അയോൺസ്, മോളിക്യൂൾസ്, ഇതിനൊക്കെ ഒന്നിച്ച് പറയുന്ന പേരാണ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ്. ഇനി നെക്സ്റ്റ് പോയിന്റ്, ഹാസ് ലോങ് റേഞ്ച് ഓർഡർ. അങ്ങനെ പറഞ്ഞാൽ എന്താ? ലോങ് റേഞ്ച് ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ പാർട്ടിക്കിൾസ് എല്ലാം ഒരു ഓർഡറിലായിരിക്കും അറേഞ്ച് ചെയ്തതെന്ന് പറഞ്ഞു. ഈ ഒരു ഓർഡർ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ പീരിയോഡിക്കലി അത് എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും ദ എൻറ്റയർ ക്രിസ്റ്റൽ. അതായത് അറേഞ്ച്മെന്റ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ആ ഒരു ഓർഡർ റിപ്പീറ്റ് ചെയ്ത് വരും ഓരോ ഇന്റർവെൽ കഴിയുമ്പോൾ. എവിടെ? ആ ക്രിസ്റ്റലിൽ ഫുള്ളായിട്ട് ആ ഒരു ഓർഡർ അത് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അതിനെ ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ, ഹാവ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ പർട്ടിക്കുലർ പോയിന്റിലാണ് അത് എന്ത് ചെയ്യുക? മെൽറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടായിരിക്കും. ഇത്രയാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ പ്രോപ്പർട്ടീസ്. ഇനി എന്താണ് ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ എക്സാമ്പിൾ ആണ് അവിടെ കൊടുത്തിട്ടുള്ള ടേബിൾ സോൾട്ട്. അതിന് മുന്നേ അതിലെ പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് നോക്കി നമുക്കറിയാം. ലോങ് റേഞ്ച് ഓർഡർ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അത് നമുക്കന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും. ഫസ്റ്റ് റോയിൽ 6 പാർട്ടിക്കിൾസ് ആണ്, സെക്കൻഡിൽ 5 ആണ്, വീണ്ടും 6. അപ്പോൾ ഇതൊരു പീരിയോഡിക്കലി ഇത് എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് എൻറ്റയർ ക്രിസ്റ്റൽ. അതുകൊണ്ടാണ് അതിന് നമ്മൾ ലോങ് റേഞ്ച് ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞ്. ഇതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ടേബിൾ സോൾട്ട്. ക്വാർട്സ് അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. ഇനി നമുക്ക് എന്താണ് അമോർഫസ് സോളിഡ് എന്ന് നോക്കാം.
അമോർഫസ് സോളിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഇറഗുലർ ഷേപ്പ് ആയിരിക്കും. അതിലെ പാർട്ടിക്കിൾസിനൊന്നും ഒരു കറക്റ്റ് ഷേപ്പ് ഉണ്ടായിരിക്കില്ല. ദ അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഹാസ് ഓൺലി ഷോർട്ട് റേഞ്ച് ഓർഡർ. അതായത് അതൊരു കറക്റ്റ് ഓർഡർ ഫോളോ ചെയ്യുന്നില്ല അതിലുള്ള പാർട്ടിക്കിൾസ്. അത് എന്താന്ന് വെച്ചാൽ അറേഞ്ച്മെന്റ്സ് ഓർഡേർഡ് ആയിരിക്കില്ല. അതുപോലെ തന്നെ അത് ക്രിസ്റ്റൽ ഫുൾ ആ ഒരു ഓർഡർ ഫോളോ ചെയ്യില്ല. അതുകൊണ്ടാണ് അതിനെ ഷോർട്ട് റേഞ്ച് ഓർഡർ എന്ന് പറയുന്നത്. These are softened over a wide range of temperature and can molded and blown into various shapes. അതായത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ റേഞ്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യാൻ തുടങ്ങും? സോഫ്റ്റ് ആവാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ മോൾഡ് ചെയ്തിട്ട് ഏത് ഷേപ്പിലേക്ക് വേണമെങ്കിലും മാറ്റാൻ കഴിയും ഈ അമോർഫസ് സോളിഡിനെ. ഓൺ ഹീറ്റിംഗ് ദേ ബിക്കം ക്രിസ്റ്റലൈൻ അറ്റ് സം ടെമ്പറേച്ചർ. അതായത് നമ്മൾ ചൂടാക്കുമ്പോൾ ചില അമോർഫസ് സോളിഡുകൾ ചില ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ എന്ത് ചെയ്യും? ക്രിസ്റ്റലൈൻ നേച്ചർ കാണിക്കും. അതുകൊണ്ടാണ് ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും പണ്ടുള്ള ഗ്ലാസ് ഒബ്ജക്ട്സുകൾ ഒക്കെ ഒരു മിൽക്കി നേച്ചർ കാണിക്കുന്നുണ്ടായിരിക്കും. അതിനുള്ള മെയിൻ റീസൺ ഇതാണ്. ഇതൊരു ടെമ്പറേച്ചർ കഴിയുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും? ക്രിസ്റ്റലൈൻ നേച്ചർ കാണിക്കുന്നതുകൊണ്ടാണ് ചില ഗ്ലാസ് ഒബ്ജക്ട്സിന് പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന ഗ്ലാസ് ഒബ്ജക്ട്സ് ഒക്കെ ഇപ്പം നോക്കുമ്പോൾ ഒരു മിൽക്കി നേച്ചർ അതിന് തോന്നുന്നത്. നെക്സ്റ്റ്, ദീസ് സോളിഡ്സ് ഹാവ് എ ടെൻഡൻസി ടു ഫ്ലോ. നമുക്കറിയാം ലിക്വിഡിനും ഗ്യാസിനും ഫ്ലോ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ ചില അമോർഫസ് സോളിഡ്സ് ഫ്ലോ ചെയ്യാറുണ്ട്. അത് നമുക്ക് എങ്ങനെ ഒബ്സർവ് ചെയ്യാമെന്ന് വെച്ചാൽ പണ്ട് കാലത്തെ ബിൽഡിങ്ങുകളുടെ ഒക്കെ ജനലിൻ്റെയും അതായത് വിൻഡോസിൻ്റെയും ഡോർസിൻ്റെയും ഒക്കെ ഗ്ലാസ് നോക്കിയാൽ നമുക്കറിയാം അതിൻ്റെ ബോട്ടം പാർട്ടിൽ തിക്നെസ് കൂടുതലായിരിക്കും ദാൻ അപ്പർ പാർട്ട്. അതായത് അതവിടെ ഫ്ലോ ചെയ്തിട്ടുണ്ടായിരിക്കും ആ ഗ്ലാസ്. നമ്മൾ കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. അതിൻ്റെ റീസൺ ഇതാണ്. അമോർഫസ് സോളിഡ്സിന് എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്? ഫ്ലോ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സംടൈംസ് ദീസ് ആർ കോൾഡ് സ്യൂഡോ സോളിഡ്സ് ഓർ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ്. അതായത് ഗ്ലാസിനെയാണ് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ. അതുകൊണ്ടാണ് ഗ്ലാസിനെ നമ്മൾ സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നൊക്കെ വിളിക്കുന്നത്. സ്യൂഡോ സോളിഡ് അതായത് കപട സ്വഭാവം കാണിക്കുന്ന ഖരപദാർത്ഥമാണ്. അതായത് നമ്മൾ പറഞ്ഞു ഗ്യാസിനും ലിക്വിഡിനും ഫ്ലോ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, സോളിഡിന് ആ കപ്പാസിറ്റി ഇല്ല. എന്നാലും ഈ സോളിഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ സ്യൂഡോ സോളിഡ് എന്ന് വിളിക്കാറുണ്ട്. ഇനി അമോർഫസ് സോളിഡിലെ പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് നോക്കി നമുക്ക് മനസ്സിലാവും. ഒരു ഓർഡർ ഇല്ലാത്ത അറേഞ്ച്മെന്റ് ആണ് അവിടെ ഉള്ളത്. ഷോർട്ട് റേഞ്ച് ഓർഡറാണ് ഫോളോ ചെയ്യുന്നത്. ഇതിന്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് കോട്ടൺ ക്യാൻഡി. അതുപോലെ തന്നെ നമ്മുടെ ഗ്ലാസ് ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് അമോർഫസ് സോളിഡിന്റെ. അപ്പോൾ ഇത്രയാണ് രണ്ട് ടൈപ്പ് സോളിഡ്സിനെ കുറിച്ച് പറയാനുള്ളത്. ക്രിസ്റ്റലൈൻ സോളിഡിനെ പറ്റിയും അമോർഫസ് സോളിഡിനെ പറ്റിയും മനസ്സിലായി. അപ്പം ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഐസോട്രോപ്പി ആൻഡ് അനൈസോട്രോപ്പി. ഇതെന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഈ ഐസോട്രോപ്പി അനൈസോട്രോപ്പിയും ഏത് സോളിഡ്സ് ആണ് കാണിക്കുക എന്നുള്ളതാണ്. അനൈസോട്രോപ്പിക് ആയിട്ടുള്ള സോളിഡ് എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്. അപ്പം എന്താണ് അനൈസോട്രോപ്പിക്? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ലൈക്ക് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഷോ ഡിഫറെൻറ്റ് വാല്യൂസ് വെൻ മെഷേർഡ് അലോങ് ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് ഇൻ ദ സെയിം ക്രിസ്റ്റൽ. അതായത് നമ്മളൊരു ക്രിസ്റ്റലൈൻ സോളിഡ് എടുത്തിട്ട് അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അതുപോലെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് തുടങ്ങിയ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വ്യത്യസ്തമായ ഡയറക്ഷൻസിൽ നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ, ഒരേ സോളിഡിൽ തന്നെ ഡിഫറെൻറ്റ് ഡയറക്ഷൻസിൽ മെഷർ ചെയ്യുകയാണെങ്കിൽ ഡിഫറെൻറ്റ് വാല്യൂസ് കാണിക്കും. ഇതിനാണ് എന്തെന്ന് പറയുന്നത്? അനൈസോട്രോപ്പിക് നേച്ചർ എന്ന് പറയുന്നത്. അനൈസോട്രോപ്പിക് നേച്ചർ കാണിക്കുന്നത് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആണ്. നെക്സ്റ്റ് വൺ ഐസോട്രോപ്പിക് നേച്ചർ. ഐസോട്രോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് ഒരു സോളിഡ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചില പോയിന്റിലെങ്കിലും അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് സെയിം വാല്യൂ കാണിക്കും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഐസോട്രോപ്പി എന്ന് പറയാം. ഇത് കാണിക്കുന്നത് അമോർഫസ് സോളിഡ്സ് ആണ്. അപ്പോൾ രണ്ട് ടൈപ്പ് സോളിഡ്സിന് കാണിക്കുന്ന പ്രോപ്പർട്ടിയാണ് എന്ത്? അനൈസോട്രോപ്പിക് നേച്ചറും ഐസോട്രോപ്പിക് നേച്ചറും. അനൈസോട്രോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്രിസ്റ്റൽ എടുത്തിട്ട് അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അതുപോലെ തന്നെ
ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് തുടങ്ങിയ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമ്മൾ ഡിഫറെൻറ്റ് ഡയറക്ഷൻസിൽ ഒരേ സോളിഡിൽ തന്നെ മെഷർ ചെയ്യുകയാണെങ്കിൽ ഡിഫറൻസ് വാല്യൂ കാണിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അനൈസോട്രോപിക് നേച്ചർ എന്ന് പറയുന്നത്. അത് കാണിക്കുന്ന ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്. ഇനി അമോർഫസ് സോളിഡ് ആണ് ഐസോട്രോപിക് നേച്ചർ കാണിക്കാം. അതെന്താണെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഡിഫറെൻറ്റ് ഡയറക്ഷൻസിൽ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും സെയിം വാല്യൂ കാണിക്കും. ഇതിനാണ് ഐസോട്രോപിക് നേച്ചർ എന്ന് പറയുക. ഓക്കെ, ഈ ഒരു പിക്ചറിന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ കഴിയും. ഫസ്റ്റ് പിക്ചർ അനൈസോട്രോപ്പി ഇൻ ക്രിസ്റ്റൽസ്, അതായത് ക്രിസ്റ്റലൈൻ സോളിഡ് കാണിക്കുന്ന അനൈസോട്രോപിക് നേച്ചറാണ്. അതിൽ 2 ടൈപ്പ് പാർട്ടിക്കിൾ കാണാം, ഗ്രീൻ കളറും പിങ്ക് കളറും. അതൊരു ഓർഡർ അറേഞ്ച്മെൻ്റ് ആണുള്ളത്. അതിന് നമുക്ക് കണ്ടാലറിയാം, എ എന്ന് പറയുന്ന ഒരു ലൈൻ ഇട്ടിട്ടുണ്ട്. അതിലൂടെ മെഷർ ചെയ്യുമ്പോൾ നമ്മളെ മെഷർമെൻറ്റ് വാല്യൂ കിട്ടുന്നത്, അല്ലെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാണ് വാല്യൂ എന്ന് പറയുന്നത് പിങ്കിലൂടെ മാത്രമാണ് പോകുന്നത്. നേരെ മറിച്ച് അത് വേറൊരു ഡയറക്ഷനായിട്ടുള്ള ബിയിലൂടെ മെഷർ ചെയ്യുമ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് എന്ത് വരുന്നുണ്ട്, പിങ്കും ഗ്രീനും വരുന്നുണ്ട്. അപ്പം നമുക്ക് മനസ്സിലായി അവിടെ ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കും, അതായത് ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസിലൂടെയാണ് അത് കടന്നു പോകുന്നത്. അപ്പം ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കും കാണിക്കുക. ഇനി നേരെ മറിച്ച് ഐസോട്രോപ്പി, അമോർഫസ് സോളിഡിൽ ഐസോട്രോപ്പി നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഒരു ഓർഡർ ഇല്ലാത്ത അറേഞ്ച്മെൻ്റ് ആണ് അതിലുള്ളത്. അതുകൊണ്ട് നമ്മൾ ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ, ഇപ്പോൾ എ എന്ന് പറയുന്ന ഡയറക്ഷനിലും ബി എന്ന് പറയുന്ന അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ഡയറക്ഷനിൽ മെഷർ ചെയ്യണത് തന്നെ വേറെ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് അതേ വാല്യൂ തന്നെ കിട്ടും. കാരണം അതിനൊരു ഓർഡർ അറേഞ്ച്മെൻ്റ് ഇല്ല. അപ്പം എപ്പോഴെങ്കിലും വാല്യൂ എന്താവാൻ ചാൻസ് ഉണ്ട്, സെയിം ആവാൻ ചാൻസ് ഉണ്ട്. ഇതിനാണ് എന്തെന്ന് പറയുക, ഐസോട്രോപ്പി എന്ന് പറയാം. ഈ ഫിഗറും അതന്നെയാണ് കാണിക്കുന്നത്. അനൈസോട്രോപ്പി ഇൻ ക്രിസ്റ്റൽസ് ഈസ് ഡ്യൂ ടു ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ അലോങ് ഡിഫറെൻറ്റ് ഡയറക്ഷൻസ്. ഇതൊരു ഓർഡർ അറേഞ്ച്മെൻറ്റ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ അതിൻ്റെ ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ നോക്കുമ്പോൾ എന്താണ്, ഡിഫറെൻറ്റ് അറേഞ്ച്മെൻ്റ് ആയിരിക്കും വരിക. പക്ഷേ സെയിം ഡിസോർഡർ, ഒരേ ഡിസോർഡർ എന്തുണ്ട്, ആ സോളിഡിൽ ഫുൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അമോർഫസ് സോളിഡിൻ്റെ കേസിൽ. അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ എന്ത് കാണിക്കും, സെയിം വാല്യൂ കാണിക്കും. ഇതാണ് ഐസോട്രോപിക് നേച്ചർ. ഇതെന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്, ഐസോട്രോപ്പി ആൻഡ് അനൈസോട്രോപ്പി. ഇനി നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ടേബിളാക്കി കൊടുത്തിട്ടാണ് ഉള്ളത്. ക്രിസ്റ്റലൈൻ സോളിഡും അമോർഫസ് സോളിഡും ഡിഫറൻസ്. ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ഷേപ്പ് ഉണ്ടായിരിക്കും, ഒരു ജോമെട്രിക് ഫോം ഉണ്ടായിരിക്കും. അമോർഫസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജോമെട്രിക് ഫോമോ ഷേപ്പോ ഒന്നും ഉണ്ടായിരിക്കില്ല. സെക്കൻഡ് പോയിന്റ്, ദേ ഹാവ് എ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. ക്രിസ്റ്റലൈൻ സോളിഡിൽ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടായിരിക്കും, അമോർഫസ് സോളിഡ്സിൽ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടായിരിക്കില്ല. ഒരു ടെമ്പറേച്ചർ കഴിഞ്ഞാൽ അതെന്താവാൻ തുടങ്ങും, സോഫ്റ്റ് ആവാൻ തുടങ്ങും. തേർഡ് വൺ, ദേ ആർ റിജിഡ് ആൻഡ് ഇൻകംപ്രസിബിൾ. എന്താണ്, റിജിഡ് ബോഡി ആയിരിക്കും ക്രിസ്റ്റലൈൻ സോളിഡ് എന്ന് പറയുന്നത്. അമോർഫസ് സോളിഡ് എന്ന് പറയുന്നത് ഒരു ഇത്തിരി സോഫ്റ്റ്നെസ് ഉണ്ടായിരിക്കും. റിജിഡ് ആണെങ്കിൽ കൂടെ കുറച്ച് സോഫ്റ്റ്നെസ് ഉണ്ടായിരിക്കും. അതായത് ടെമ്പറേച്ചർ കഴിഞ്ഞാൽ നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും, ഏത് ഷേപ്പിലേക്ക് വേണമെങ്കിലും മാറ്റാൻ കഴിയും. അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിളാണ് എന്തെന്ന് പറയണത്, ഗ്രാഫൈറ്റ് എന്ന് പറയണത് അല്ലേ. അതിന് നമുക്ക് ഏതൊരു ഇതിലേക്ക് വേണമെങ്കിൽ, ഏതൊരു ഷേപ്പിലേക്ക് വേണമെങ്കിലും നമുക്കതിനെ മാറ്റാം. ദേ ഗീവ് എ ക്ലീൻ ക്ലീവേജ് ബ്രേക്ക് ഇൻ ടു പീസസ് വിത്ത് പ്ലെയിൻ സർഫസ്. അതായത് നമ്മൾ അതിനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കട്ട് ചെയ്ത പോർഷൻ എന്ന് പറയുന്നത് ഒരു പ്ലെയിൻ ക്ലീവേജ് ആയിട്ട് നമുക്ക് കിട്ടും. പക്ഷേ ഇറഗുലർ ക്ലീവേജ് ആണ് അമോർഫസിന്റെ കേസിൽ കിട്ടുക. നെക്സ്റ്റ്, ദേ ഹാവ് എ ഡെഫിനിറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഉണ്ടായിരിക്കില്ല. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് പറഞ്ഞാൽ ക്രിസ്റ്റലൈൻ സോളിഡ്സ് അനൈസോട്രോപ്പിക് ആയിരിക്കും, അമോർഫസ് സോളിഡ്സ് ഐസോട്രോപ്പിക് ആയിരിക്കും. അനൈസോട്രോപ്പി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഒന്നിച്ച് നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ ഡിഫറെൻറ്റ് ഡയറക്ഷനിലൂടെ ഒരേ ക്രിസ്റ്റലിൽ തന്നെ മെഷർ ചെയ്യുകയാണെങ്കിൽ ഡിഫറെൻറ്റ് വാല്യൂ കാണിക്കും. അതിൻ്റെ ഓർഡേഡ് അറേഞ്ച്മെൻറ്റ് കൊണ്ടാണ് അത് കാണിക്കുന്നത്. അതായത് ഡിഫറെൻറ്റ് ഡയറക്ഷൻസിൽ ഡിഫറെൻറ്റ് ഓർഡർ ആയിരിക്കും അതിനുണ്ടായിരിക്കുക. പക്ഷെ അമോർഫസ് സോളിഡ് മൊത്തമായിട്ട് ഡിസോർഡർ ആയി കിടക്കായതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പോയിന്റിലെങ്കിലും സെയിം വാല്യൂ കാണിക്കാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ പോർഷനിൽ പറയാനുള്ളത്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.